ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ചൂട് അമിതമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഭയങ്കര ചൂടാണ്. എല്ലായിടത്തും കംപ്ലൈൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റാണ് കോഴികൾക്ക് മാത്രമല്ല താറാവിനുമൊക്കെ ഈ കണ്ണിന് കുരു വരിക, കണ്ണ് നിറഞ്ഞിരിക്കുക, കണ്ണടഞ്ഞു പോവുക, നീർക്കെട്ടിൽ വരിക, അങ്ങനെ കണ്ണിന് പ്രത്യേകം കംപ്ലൈൻറ്റ് വരുന്ന എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഒരുപാട് വീഡിയോസിലും ആൾക്കാർ കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടൊക്കെ ഒരു സൊല്യൂഷനായി എന്ന് പറയാം, നല്ലൊരു മെഡിസിൻ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തേത് നമുക്ക് പറഞ്ഞില്ലേ, കണ്ണിന് മെയിനായിട്ട് ഇപ്പോൾ ചൂട് കാരണമാണ് എല്ലാവരും കോഴികൾക്കും താറാവിനും ഇപ്പോൾ മാത്രമല്ല ക്യാറ്റ് അങ്ങനെ ബേഡ്സിനും ഒക്കെ വരുന്നുണ്ട്. കണ്ണിന് കണ്ണിൽ അടഞ്ഞ് ഈ പീളയൊക്കെ വന്നിട്ട് അടഞ്ഞു പോവുക, കണ്ണിൽ കുരു വരിക, പിന്നെ ഭയങ്കര നീർക്കെട്ടിൽ വരിക, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് ഈ ചൂട് കാരണം വരും. ചൂട് അമിതമാകുമ്പോഴാണ് ഈ കോഴികൾക്കും ബേഡ്സിനും താറാവിനും ഒക്കെ ഈ കംപ്ലൈൻറ്റ് കാണുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ തണുത്ത വെള്ളം എടുത്തിട്ട് നമ്മുടെ കണ്ണിനൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ ആദ്യം കഴുകില്ലേ, അതുപോലെ തന്നെ കോഴീൻ്റെ കണ്ണും നമ്മൾ ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു മരുന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട്. സിപ്ലോക്സിൻ എന്നൊരു മരുന്നുണ്ട്. അത് വഴിയെ കാണിച്ചു തരാം ഏത് മരുന്നാണെന്ന്. അപ്പോൾ സിപ്ലോക്സിൻ ഡി എന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് ഉണ്ട്, ഐ ഡ്രോപ്സ് ഉണ്ട്. അത് വാങ്ങി കോഴീൻ്റെ കണ്ണിൽ രാവിലെയും വൈകുന്നേരം 2 നേരമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് മാത്രമല്ല, പിന്നെ നമ്മൾ കുടിക്കണ വെള്ളത്തിലും ഒക്കെ നമുക്ക് ശ്രദ്ധയോടെ നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ കുടിക്കണ വെള്ളത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കുടിക്കണ വെള്ളത്തിൽ ടെട്രാസൈക്ലിൻ ടാബ്ലറ്റ്സ് നമുക്ക് ഒന്ന് ട്യൂബ് ഗുളികയാണ് അത് ഊരി അതിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കലക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ണിൻ്റെ ഏകദേശം നല്ല കംപ്ലൈൻ്റൊക്കെ മാറിയിട്ടുണ്ടാവും, കോഴി ഉഷാറാകുകയും ചെയ്യും. അപ്പോൾ ഏതാണ് മരുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതാണ് ഈ മരുന്ന് കേട്ടോ. അപ്പോൾ സിപ്ലോക്സിൻ ഡി എന്ന് പറയുന്ന ഈ ഡ്രോപ്സ് നമുക്ക് മെഡിക്കൽ ഷോപ്പിലേക്ക് കിട്ടും. മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഈ ഡ്രോപ്പ് വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണൊക്കെ ഒന്ന് പച്ചവെള്ളത്തിൽ ഒരു തണുത്ത വെള്ളത്തിൽ കഴുകി ഫ്രഷാക്കി, പിന്നെ അവർക്കൊന്ന് കണ്ണിലേക്ക് ഒന്ന് രാവിലെയും വൈകുന്നേരം ഒഴിച്ചു കൊടുത്ത്, പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ പറഞ്ഞ പോലെ ടെട്രാസൈക്ലിൻ 250 എന്ന ടാബ്ലറ്റ് വാങ്ങിച്ച് അതും കൂടി കലക്കി കൊടുക്കുകയാണെങ്കിൽ ക്ഷീണം എല്ലാം മാറി നല്ല ഉഷാറാകും. അതുപോലെ തന്നെ വെയിലടിക്കുന്ന ഏരിയയിലൊന്നും കോഴിനെ ഇടരുത്. അവർക്ക് പ്രത്യേകിച്ച് കണ്ണിന് കംപ്ലൈൻറ്റ് വരുന്ന കോഴിക്കിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് മാറ്റിയിടുക. അവർക്ക് ചൂട് കൂടുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവരെ ചൂട് അധികം ഏൽക്കാത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ മാറ്റിയിടുക. അവർക്ക് നമ്മൾ ചെയ്യുന്ന കെയറിലായിരിക്കും അവരെ റിക്കവർ ആവുന്നത്. അപ്പോൾ അവർക്ക് ചൂട് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ പഴുപ്പടിക്കുകയും പിന്നെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയും പിന്നെ ചത്തുപോവുകയൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ ഒന്ന് കെയർ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ ഒരു കെയർലെസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോഴീനെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്രയും മാക്സിമം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കുറച്ച് ടൈം എടുത്ത് അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ഇവരെയൊക്കെ നല്ലപോലെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ തീറ്റയിലും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തീറ്റ കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ പറയുന്ന ഒരു കുറച്ച് ഇലക്കറികളും അവർക്ക് തണുപ്പ് കൂടുതലായിട്ട് കിട്ടുന്ന രീതി. സവാള എന്ന് പറയുന്നത് നല്ല ഒരു ശരീരം തണുപ്പ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ആ സവാളയൊക്കെ കൂടുതലായിട്ട് എപ്പോഴും ഫുഡിലേക്ക് ഉൾപ്പെടുത്താനും ചൂട് സമയം കൊണ്ട് എപ്പോഴും അതിനകത്ത് ഉൾപ്പെടുത്താനൊക്കെ നോക്കുക. പിന്നെ നമ്മൾ കൂടാണെങ്കിലും എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കുക. ചൂടിന് തണുപ്പ് ഇടയ്ക്ക് വെള്ളമൊക്കെ തളിച്ച് ചൂടിനകത്ത് കൊടുക്കുക. ഇപ്പം മരത്തിൻ്റെ കൂടൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ തളിച്ചൊന്ന് ചൂടിനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആശ്വാസവും കോഴികൾക്കാണെങ്കിലും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.